ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം. ഞെട്ടരുത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ച് അത്ര വലിയ പ്രാധാന്യമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. ഞെട്ടിയില്ലേ? ഞാനിങ്ങനെ പറഞ്ഞത് വെറുതെയല്ല. കാരണമുണ്ട്. കാരണം മറ്റൊന്നുമല്ല. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ വയനാട്ടിൽ കോൺഗ്രസ് തന്നെ വിജയിക്കുമെന്ന് 100% ഉറപ്പായിരുന്നു. മാത്രമല്ല, അതിനൊപ്പം തന്നെ പാലക്കാട്, ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകളും നടന്നിരുന്നു. മലയാളികളെ സംബന്ധിച്ച് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഈ 2 നിയമസഭാ മണ്ഡലങ്ങളിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനായിരുന്നു എന്നുള്ളതാണ് സത്യം. ഈ നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ടെസ്റ്റ് ഡോസായി കണക്കാക്കപ്പെടുന്നുണ്ട്. 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു തുടർഭരണം സൃഷ്ടിക്കപ്പെട്ടു. CPM നേതൃത്വത്തിലുള്ള LDF സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നു. തുടർച്ചയായ 2ാം തവണയും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. 2026 നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളം ഇനിയും തുടർഭരണത്തിലേക്ക് പോകുമോ അതോ കാലാകാലങ്ങളിൽ കണ്ടുവരുന്നതുപോലെ മാറ്റഭരണമുണ്ടാകുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ഈ സാഹചര്യത്തിൽ കേരളത്തെ സംബന്ധിച്ച് അത്ര പ്രാധാന്യമുള്ളതല്ല. എന്നാൽ ദേശീയ തലത്തിൽ ഏറ്റവും കൂടുതൽ പേർ, അല്ല, ഒരു രാജ്യം തന്നെ ഉറ്റുനോക്കുന്നത് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പാണ്. കാരണം ഇവിടെ മത്സരിക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിലെ ശക്തിയായ വനിതാ നേതാക്കളിൽ ഒരാളായ പ്രിയങ്ക ഗാന്ധിയാണ്, രാഹുൽ ഗാന്ധിയുടെ സഹോദരി. മാത്രമല്ല, പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യ തെരഞ്ഞെടുപ്പും കൂടിയാണിത്. ഈ പ്രത്യേകതകൾ കൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയാണ് മുഴുവൻ ഇന്ത്യയും. ഉറപ്പായും പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്നും വിജയിക്കുമെന്ന് തന്നെ ഭൂരിപക്ഷം പേരും ഉറപ്പിച്ചിരുന്നു. ആദ്യമായി വയനാട്ടിൽ മത്സരിക്കാനെത്തുന്ന പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി നേടിയ ഭൂരിപക്ഷത്തിനൊപ്പം എത്തുമോ എന്നുള്ളതായിരുന്നു ഉയർന്ന ചോദ്യം. എന്നാൽ കേരളത്തിലെത്തിയതിനു ശേഷം പ്രിയങ്ക ഗാന്ധിയുടെ വയനാട്ടിലെ സാന്നിധ്യം ഒരു കാര്യം ഉറപ്പിച്ചിരുന്നു: രാഹുൽ ഗാന്ധിക്കൊപ്പം തന്നെ വയനാട് പ്രിയങ്കയെ ഏറ്റെടുക്കുമെന്ന്. അത്തരത്തിലുള്ള വലിയൊരു ഇമ്പാക്റ്റാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെത്തിയതോടെ സംഭവിച്ചത്. ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധി വിജയിച്ചേക്കും എന്ന തോന്നലുണ്ടാക്കിക്കൊണ്ടായിരുന്നു പ്രിയങ്ക കേരളത്തിലേക്ക് എത്തിയത് എന്നർത്ഥം. ഇപ്പോഴത്തെ പ്രിയങ്കയുടെ വയനാട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവും AICC സെക്രട്ടറിയുമായ സച്ചിൻ പൈലറ്റ് പറഞ്ഞ ചില വാക്കുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമായിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കൊപ്പം സഹോദരി പ്രിയങ്ക ഗാന്ധി കൂടി ലോക്സഭയിലേക്ക് വരികയാണെന്നും അത് BJPക്ക് സമ്മാനിക്കുക ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കുമെന്നുമാണ് സച്ചിന്റെ വാദം. വയനാട് മണ്ഡലത്തിൽ പ്രിയങ്ക ചരിത്ര വിജയം നേടുമെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട്ടിൽ മാത്രമല്ല, രാജ്യത്തെ എല്ലാ പ്രദേശങ്ങളിലുള്ളവർക്കും പ്രിയങ്ക പ്രിയങ്കരിയായി മാറിയിരിക്കുകയാണ്. തന്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കില്ല പ്രിയങ്ക ഇടപെടുകയെന്നും സച്ചിൻ പൈലറ്റ് കൂട്ടിച്ചേർത്തു. കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കുന്നതിനു പുറമെ രാജ്യത്തെ എല്ലാ വിഭാഗം സ്ത്രീകൾക്കും യുവാക്കൾക്കും വേണ്ടിയും അവർ പാർലമെന്റിൽ ശബ്ദമുയർത്തും. സഹോദരനും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി പാർലമെന്റിനുള്ളിൽ BJPയെ നേരിടുകയാണ്. ഒപ്പമാണ് സഹോദരിയും എത്തുന്നത്. അവർ ഒരുമിച്ച് ചേരുമ്പോൾ അത് പാർലമെന്റിനുള്ളിൽ NDA മുന്നണിക്ക് സമ്മാനിക്കാൻ പോകുന്നത് ദുഷ്കരമായ ദിനങ്ങളായിരിക്കുമെന്നാണ് സച്ചിൻ പൈലറ്റ് അഭിപ്രായപ്പെട്ടത്. പ്രിയങ്ക ഗാന്ധിയുടെ വരവ് ദേശീയ രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ചും പാർലമെന്റിനുള്ളിൽ, ഒരു മാറ്റമുണ്ടാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ആദ്യമായാണ് പ്രിയങ്ക ഗാന്ധി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്, അതും കേരളത്തിലെ വയനാട്ടിൽ നിന്നും. അതുകൊണ്ട് തന്നെ വയനാട്ടിലെ പ്രിയങ്ക ഗാന്ധിയുടെ കന്നിയംഗം കോൺഗ്രസ് ആഘോഷമാക്കിയിരുന്നു. ഒരർത്ഥത്തിൽ കോൺഗ്രസ് എന്ന് പറയാൻ കഴിയില്ല, ജനങ്ങൾ. പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോയിലെ ജനാവലി കണ്ടിട്ട് അത് കോൺഗ്രസുകാർ മാത്രമാണെന്ന് ഒരിക്കലും കരുതുക വയ്യ. രാഷ്ട്രീയ ഭേദമന്യേ പ്രിയങ്ക ഗാന്ധിയോട് അനുഭാവമുള്ളവർ എന്ന് മാത്രമേ കരുതാൻ കഴിയൂ. എന്തായാലും വയനാട്ടിലെ പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ കണ്ടിട്ട് രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ റെക്കോർഡ് തകരുമെന്ന് തന്നെ ഉറപ്പിച്ചിരുന്നു. ദേശീയതലത്തിൽ BJPയുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന രീതിയിൽ തന്നെയാണ് വയനാട്ടിൽ പ്രിയങ്കയുടെ എൻട്രി നടന്നത്. രാജ്യത്തെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ പത്രിക സമർപ്പിക്കാൻ എത്തുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സ്വീകരണം തന്നെയാണ് വയനാട്ടിൽ പ്രിയങ്കയ്ക്ക് ലഭിച്ചത്. അന്ന് റോഡ് ഷോയ്ക്കായി പ്രിയങ്കയും രാഹുലും സോണിയയും എത്തിയിരുന്നു. വൻ ജനപങ്കാളിത്തത്തോടെ തന്നെയാണ് റോഡ് ഷോ ആരംഭിച്ചത്. പ്രിയങ്കയ്ക്കൊപ്പം രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും റോഡ് ഷോയിൽ പങ്കെടുത്തു. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും കണ്ണൂരിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗമാണ് വയനാട്ടിലെത്തിയത്.
പ്രിയങ്കയുടെ തിരഞ്ഞെടുപ്പ് അരങ്ങേറ്റം അതിഗംഭീരമാക്കാൻ പ്രവർത്തകർ കയ്യും മെയ്യും മറന്ന് പ്രവർത്തിച്ചു. വയനാട്ടിൽ നിന്ന് മാത്രമല്ല, വിവിധ ജില്ലകളിൽ നിന്ന് നൂറുകണക്കിന് പ്രവർത്തകരാണ് കൽപ്പറ്റയിലെത്തിയത്. എന്നാൽ റോഡ് ഷോയ്ക്ക് മുൻപ് തന്നെ വയനാട്ടിലെ ജനങ്ങളെ പ്രിയങ്ക കയ്യിലെടുത്തിരുന്നു എന്നുള്ളതിന് തെളിവാണ് ആ ദിവസം നമ്മൾ കണ്ട ഒരു കാഴ്ച. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായി വയനാട്ടിലെത്തിയ പ്രിയങ്ക ഗാന്ധി യാത്രയ്ക്കിടെ ബത്തേരിയിലെ ത്രേസ്യയുടെ വീട്ടിലെത്തിയ സംഭവത്തെ ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. തനിക്ക് താമസ സൗകര്യമൊരുക്കിയ സപ്താർ റിസോർട്ടിലേക്ക് വരും വഴിയാണ് റിസോർട്ടിന് സമീപമുള്ള കരുമാങ്കുളം ത്രേസ്യയുടെ വീട്ടിൽ പ്രിയങ്ക ഗാന്ധി എത്തിയത്. റോഡരികിൽ കുറച്ചുപേര് കൂടി നിൽക്കുന്നത് കണ്ട് പ്രിയങ്ക ഡ്രൈവറോട് വാഹനം നിർത്താൻ ആവശ്യപ്പെടുകയായിരുന്നു. സഹോദരൻ രാഹുലിനെ പോലെ പ്രിയങ്കയും വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ടു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കാരണം രാഹുൽ ഗാന്ധിയും ഇങ്ങനെയാണ്. യാത്രയ്ക്കിടയിൽ അവിചാരിതമായി കടലിൽപ്പെടുന്ന കാഴ്ചകൾക്കൊപ്പം ചേരുക എന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെ പ്രത്യേകതയാണ്. ഏകദേശം 1 മാസം മുമ്പ് യാത്രയ്ക്കിടയിൽ രാഹുൽ ഗാന്ധി വഴിയിൽ കണ്ട ചെരുപ്പ് കുത്തിയോട് സംസാരിക്കുകയും അദ്ദേഹത്തിനൊപ്പം ഇരുന്ന് ചെരുപ്പ് തുന്നുകയും ചെയ്തത് വലിയ വാർത്തയായിരുന്നു. മാത്രമല്ല, തിരിച്ചു പോയ ശേഷം ചെരുപ്പ് കുത്തിയുടെ ജോലി ചെയ്യുന്ന ആ മനുഷ്യനെ ജോലിയിൽ സഹായിക്കാൻ ഒരു യന്ത്രം രാഹുൽ ഗാന്ധി അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. അതേ രീതിയിൽ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധിയും വഴിയരികിൽ കണ്ട ജനങ്ങൾക്ക് മുന്നിൽ വാഹനം നിർത്തിയത്. വാഹനം നിർത്താൻ ആവശ്യപ്പെട്ട പ്രിയങ്ക വാഹനം നിർത്തിയ ശേഷം അതിൽ നിന്നും പുറത്തിറങ്ങി. കൂടെ നിന്ന സ്ത്രീകളോട് പ്രിയങ്ക ഗാന്ധി സംസാരിക്കുകയും ചെയ്തു. ഈ സമയത്താണ് തൻ്റെ അമ്മയ്ക്ക് പ്രിയങ്കയെ കാണാൻ വലിയ ആഗ്രഹമാണെന്ന കാര്യം കൂട്ടത്തിലൊരാൾ പ്രിയങ്ക ഗാന്ധി അറിയിച്ചത്. തൻ്റെ അമ്മയ്ക്ക് നടക്കാൻ കഴിയില്ലെന്ന കാര്യവും അയാൾ പറഞ്ഞു. പ്രിയങ്ക ഗാന്ധിയെ കാണാൻ വലിയ ആഗ്രഹമുണ്ടായിട്ടും നടക്കാൻ പറ്റാതെ വീട്ടിലിരിക്കുകയാണെന്ന് ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൂടെയുള്ള ഒരാൾ പ്രിയങ്കയ്ക്ക് വിവർത്തനം ചെയ്ത് നൽകി. ഇതെല്ലാം കേട്ട പ്രിയങ്ക ഈ പറഞ്ഞ വീട്ടിലേക്ക് കുറേ ദൂരമുണ്ടോ എന്ന് അന്വേഷിച്ചു. തുടർന്ന് അവരോടൊപ്പം വീട്ടിലേക്ക് പ്രിയങ്ക ഗാന്ധി പോവുകയായിരുന്നു. അതും നടന്നുപോയി. വീട്ടിലെത്തിയ അപ്രതീക്ഷിത അതിഥിയെ കണ്ട് കിടപ്പിലായ ത്രേസ്യാമ്മ ഒന്ന് ഞെട്ടി. പ്രിയങ്കയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചുകൊണ്ടാണ് ത്രേസ്യാമ്മ തൻ്റെ സന്തോഷം അറിയിച്ചത്. കുറേ നേരം കൂടെ ഇരുന്ന പ്രിയങ്ക ത്രേസ്യാമ്മയുടെ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു. ഒടുവിൽ പോകാനായി എഴുന്നേറ്റ പ്രിയങ്കയ്ക്ക് കൊന്തയും മിഠായിയും നൽകിയാണ് ത്രേസ്യാമ്മ യാത്രയാക്കിയത്. കൂടി നിന്നവരുടെ മുന്നിൽ വാഹനം നിർത്തിയപ്പോൾ അവരുടെ മകനിൽ നിന്നാണ് പ്രിയങ്ക ത്രേസ്യാമ്മയെക്കുറിച്ച് അറിയുന്നത്. തൻ്റെ അമ്മച്ചിക്ക് പ്രിയങ്കയെ വലിയ ഇഷ്ടമാണെന്നും എന്നാൽ കാലിന് സുഖമില്ലാത്തതിനാൽ റോഡിലേക്ക് ഇറങ്ങി വന്ന് കാണാൻ കഴിയില്ലെന്നും പറഞ്ഞതോടെയാണ് പ്രിയങ്ക വീട്ടിലെത്തി ത്രേസ്യാമ്മയെ കണ്ടത്. സത്യം പറഞ്ഞാൽ ഒരു പുതുമുഖമായിട്ടല്ല പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനെത്തുന്നത്. ഒരുപക്ഷെ ഇത് പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യ തെരഞ്ഞെടുപ്പായിരിക്കും. പക്ഷെ മത്സരിക്കാനെത്തുന്ന മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങൾക്കും പ്രിയങ്ക ഗാന്ധിയെ അറിയാം എന്നുള്ളതാണ് ഇക്കാര്യത്തിലെ യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് പകരം പ്രിയങ്ക ഗാന്ധി വരുന്നു എന്ന് മാത്രമേയുള്ളൂ. ഇലക്ഷന്റെ ഫലവും മറ്റു കാര്യങ്ങളുമെല്ലാം മുൻപ് നടന്നു തന്നെയായിരിക്കുമെന്ന് ഉറപ്പായിരുന്നു. കഴിഞ്ഞ തവണ 3,64,422 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയങ്ങളുടെ പട്ടികയിൽ വയനാടും ഇടം പിടിച്ചിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP-ക്കായി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കാനെത്തിയത്. എന്നാൽ ഇത്തവണ കെ സുരേന്ദ്രന് വയനാട്ടിൽ മത്സരിക്കാൻ വയ്യ. പകരം മറ്റു പലരെയും നോക്കി. ആർക്കും പ്രിയങ്ക ഗാന്ധിക്കെതിരെ വയനാട്ടിൽ മത്സരിക്കാൻ താല്പര്യമില്ല. ഒടുവിൽ BJP-യിലെ വനിതാ നേതാവായ നവ്യ ഹരിദാസിനെ പ്രിയങ്കയ്ക്കെതിരെ മത്സരിക്കാൻ BJP നിയോഗിക്കുകയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്താകുമെന്നുള്ള കാര്യം ആദ്യമേ ഉറപ്പായിരുന്നു. എന്നാൽ BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഉയർന്ന ഒരു പ്രധാന ചോദ്യമുണ്ടായിരുന്നു. ദേശീയ തലത്തിലെ മികച്ച നേതാക്കളിൽ ഒരാളായ പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ മത്സരിക്കാനെത്തുമ്പോൾ പ്രിയങ്ക ഗാന്ധിയുമായി തട്ടിച്ചു നോക്കുമ്പോൾ തികച്ചും ദുർബലയായ ഒരു സ്ഥാനാർത്ഥിയെ എന്തുകൊണ്ട് BJP മത്സരിക്കാൻ നിയോഗിച്ചു എന്നുള്ളതായിരുന്നു ആ ചോദ്യം. അറ്റ്ലീസ്റ്റ് ശോഭാ സുരേന്ദ്രനോടെങ്കിലും ഒന്ന് മത്സരിക്കാൻ പറഞ്ഞുകൂടായിരുന്നു.